ഡിയർ വൺസ്, മോസ്റ്റ് വെൽക്കം. നമ്മൾ അറസ്റ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഈ സിപ്സ് ഓർഡർ എന്ന് പറഞ്ഞെങ്കിലും കൂടി ആയിട്ട് എന്നുള്ളതിന് ഞാനൊരു ഇതൊന്ന് ആലോചിക്കുമായിരുന്നു, എന്ത് ആണ് അവിടെ ചെയ്യാൻ പറ്റുക. അത് മാറ്റാതെ തന്നെ അതിനോട് നിർത്തി. ഈ ഇംപ്ലിമെൻറ്റ്സ് എന്നുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നമ്മുടെ 7 years എന്നുള്ള അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അപ്പം ബിക്ക് രണ്ടാമത്തെ ഇതിനത് കിട്ടുകയും ചെയ്യും. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 7 years എന്ന് പറഞ്ഞ ആ ഒരു ഇത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്യുക. രണ്ടാമത്തെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 7 years ആണ്. മൂന്നാമത്തെ പി എന്ന് പറയുന്നത് പ്രൊക്ലെയിംഡ് ഒഫൻഡറാണ്. ദെൻ എസ് എന്ന് പറയുന്നത് പ്രൊക്ലെയിംഡ് ഒഫൻഡർ. ദെൻ സ്റ്റോളൻ പ്രോപ്പർട്ടി, പൊസഷൻ ഓഫ് സ്റ്റോളൻ പ്രോപ്പർട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഒ ആണ്, അത് ഒബ്സ്ട്രക്ഷൻ, പോലീസിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ദെൻ ഡി, ഡെസേർട്ടർ ഫ്രം ദി ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ദെൻ ഈ എക്സ്ട്രഡൈറ്റ് പേഴ്സൺസ്, അതാണ് എക്സ്ട്രഡീഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ അതാണ് ഈ ഔട്ട് ഓഫ് ഇന്ത്യ കുറ്റകൃത്യം ചെയ്യുക, അവരെ എക്സ്ട്രഡേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. ദെൻ റിലീസ്ഡ് കൺവിക്റ്റും റിക്വസിഷനും. റിലീസ്ഡ് കൺവിക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾക്ക്, ഒരു കുറ്റകൃത്യം ചെയ്ത ആളെ കോടതി ശിക്ഷിക്കുമ്പോൾ ചിലപ്പോൾ അയാളെ ഫ്രീ ആയിട്ട് വിടും, കണ്ടീഷൻ്റെ പുറത്ത്, നല്ല നിലയിൽ നടന്നോളാം എന്നൊക്കെയുള്ള കണ്ടീഷൻ വെച്ചിട്ട്. അങ്ങനെയൊക്കെ കോടതികൾക്ക് പവേഴ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. CRPC അത് പറയുന്നുണ്ട്, 106 തുടങ്ങിയുള്ള സെക്ഷൻസിൽ അത് പറയുന്നുണ്ട്. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കും. നമ്മൾ ഈ അബ്കാരി കേസിലൊന്നല്ല, ഇത്തരത്തിൽ മൈനറായിട്ടുള്ള ഒഫൻസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാറുണ്ട് സാധാരണയായിട്ട്, വലിയ സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളിലല്ല. അപ്പം അങ്ങനെ ഈ പറയുന്ന ഇത് റിലീസ്ഡ് കൺവിക്റ്റിന് നമുക്ക് 6 നോക്കാം. ദെൻ അടുത്ത 6 എന്ന് പറയുന്നത് റിക്വിസിഷൻ. റിക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ മറ്റൊരു പോലീസ് ഓഫീസർ അടുത്ത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. അതാണ് ഈ റിക്വിസിഷൻ എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അത്രയാണ് അതിൻ്റെ സെക്ഷൻ 41 നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാവണം. ഈ സിപ്സ് ഓർഡർ എന്ന് പറയുന്ന ഈ വാക്ക് മാത്രം നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതി മനസ്സിൽ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതെല്ലാം നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിനേഷൻ്റെ ഒക്കെ പർപ്പസിൽ ഇതാണ് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് മനസ്സിലുണ്ടായിക്കോട്ടെ. ഇനി 41A 41 ആണ് നമ്മൾ പറഞ്ഞത്. ഈ 41A എവിടെയൊക്കെ A, B, C എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുവോ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. പിന്നീട് അമെൻമെൻറ്റിലൂടെ വന്നിട്ടുള്ളതാണ്. ഈ 41A എന്ന് പറയുന്നതൊക്കെ 2009 അമെൻഡ് ചെയ്തിട്ട് വന്നതാണ്. വിത്ത് ഇഫക്റ്റ് ഫ്രം 1/11/2010 ആണ്. 2009 അമെൻഡ് ചെയ്തെങ്കിലും കണ്ടു. അത് നടപ്പിലാക്കാൻ 2010 വന്നത്. അത് പറയുന്നത് പോലീസ് ഓഫീസർ ഷാൾ ഇൻ ഓൾ കേസസ് വേർ ദ അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് റിക്വയർഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 41. അതായത് 41 സബ്സെക്ഷൻ 1 അനുസരിച്ചിട്ട് അറസ്റ്റ് റിക്വയർഡ് അല്ല, നോട്ട് റിക്വയർഡ് ദ അറസ്റ്റ്. അറസ്റ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. അങ്ങനെ സാഹചര്യത്തിൽ എന്ത് ചെയ്താൽ മതി, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്താൽ മതി. അപ്പോൾ ആ ആളെ കിട്ടണമല്ലോ നമുക്ക്. സ്വാഭാവികമായിട്ട് ഈ പ്രതിയെ കിട്ടണം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. അപ്പം നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എവിടെ നമ്മൾ ഏത് സെക്ഷൻ പ്രകാരം ഇഷ്യൂ ചെയ്യണേ, സെക്ഷൻ 41A പ്രകാരമാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 7 വർഷത്തെ ഇതാണ് നമ്മൾ പറഞ്ഞ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 7 yearsൻ്റെ കാര്യമാണ് ഈ പറയണത്. അപ്പോൾ 7 വർഷത്തെ 7 വർഷത്തിൽ കുറവോ പണിഷ്മെൻറ്റ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളാണെങ്കിൽ അറസ്റ്റ് മാൻഡേറ്ററി അല്ല എന്ന് പറഞ്ഞല്ല. ആ സാഹചര്യത്തിൽ അവരെ നമുക്ക് അങ്ങനെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നോട്ടീസ് കൊടുത്തിട്ട് 41A നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാം. ഇനി അങ്ങനെ നോട്ടീസ് കിട്ടിയ ആളുടെ ബാധ്യത എന്ന് പറയുന്നത് നമുക്ക് വേർ സച്ച് എ നോട്ടീസ് ഇസ് ഇഷ്യൂ ടു എനി പേഴ്സൺ ഇറ്റ് ഷാൾ ബി, കണ്ടു ഷാളാണ് ഉപയോഗിച്ചത്, ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദാറ്റ് പേഴ്സൺ ടു കംപ്ലൈ വിത്ത് ദ ടേംസ് ഓഫ് ദ നോട്ടീസ്. എന്ത് ചെയ്യണം അയാൾ? അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്, അത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. അതായത് ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കംപ്ലൈ ചെയ്യും. ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ഓഫീസറുടെ മുന്നിൽ ഹാജരാവണമെന്ന് ആ സമയത്ത് അയാൾ ഹാജരായിക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പോൾ അത് അയാൾ കംപ്ലൈ ചെയ്യാനായിട്ട് അയാൾ ബാധ്യസ്ഥനാണ്. ഇനി
where such a person complies and continues to comply with the notice, he shall not be arrested in respect of the offense referred to in the notice unless for reasons to be recorded. ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ഒരാളെ 41A നോട്ടീസ് പ്രകാരം വിളിച്ചു വരുത്തിയിട്ട് അയാൾ വന്നു, അയാൾ പിന്നീട് വരാൻ വേണ്ടിപ്പോൾ അയാൾ അപ്പളും വന്നു. അതായത് നോട്ടീസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അയാൾ കംപ്ലൈ ചെയ്യുന്നുണ്ട്, തുടർന്നും അയാൾ കംപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റീസൺ ഷുഡ് ബി റെക്കോർഡ്. അതിനുള്ള കാരണങ്ങൾ ആര്? ഓഫീസർ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? അറസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ അറസ്റ്റ് ചെയ്യും. ഇനി വേർ സച്ച് എ പേഴ്സൺ അറ്റ് എനി ടൈം ഫെയിൽസ് ടു കംപ്ലൈ, എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂ. അതായത് ഈ നോട്ടീസ് കൊടുത്തു, അയാൾ അത് കംപ്ലൈ ചെയ്യാനായിട്ട് ഫെയിലിയർ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ the terms of the notice or is unwilling to identify himself, the police officer may, subject to such orders as may have been passed by a competent court in this behalf, arrest him for the offense mentioned in the notice. അതായത് പോലീസ് ഓഫീസർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സബ്ജക്റ്റ് ടു സച്ച് ഓർഡേഴ്സ് ആസ് മേ ഹാവ് ബീൻ പാസ്ഡ് ബൈ എ കോമ്പറ്റന്റ് കോർട്ട് ഇൻ ദിസ് ബിഹാഫ്. കോടതികൾ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ അനുസരിച്ച് അതും കൂടി പാലിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന്. ചിലപ്പോൾ അവർ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പോയിട്ടുണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യാം. നോട്ടീസ് കൊടുത്തിട്ടും വരാതിരുന്നാൽ അതിന് വേറെ മാർഗം. അപ്പോൾ അതാണ് 41A. ദെൻ 41B പറയുന്നത് പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. എവറി പോലീസ് ഓഫീസർ ഈ പ്രൊസീജിയർ എന്തിനാ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്, ഇതൊന്നും മാറി ചെയ്യാൻ പറ്റില്ല. അതിനാണ് പ്രൊസീജിയർ വെച്ചിട്ടുള്ളത്. അതായത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ നിഷേധിക്കുമ്പോൾ എന്താ പറയുന്നത് അറിയോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21 പറയുന്നത് നോ പേഴ്സൺ, ആർട്ടിക്കിൾ 21 വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നോ പേഴ്സൺ ഷാൾ ബി ഡിനൈഡ് ഹിസ് ലൈഫ്, ഡിപ്രൈവ്ഡ് എന്നാണ് അവിടെ ഉപയോഗിച്ചത്, ഹിസ് ഡിപ്രൈവ്ഡ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടീസ് എക്സെപ്റ്റ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെയും എന്ത് ചെയ്യരുത്? ജീവനെയോ വ്യക്തി സ്വാതന്ത്ര്യങ്ങളെയോ നിഷേധിക്കാൻ പാടില്ല. എക്സെപ്റ്റ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് നിയമം മൂലം ഉണ്ടാക്കിയതായ പ്രൊസീജിയർ അനുസരിച്ചല്ലാതെ ചെയ്യരുതെന്ന് അർത്ഥം. അപ്പോൾ പ്രൊസീജിയർ അനുസരിച്ചല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും വി ആർ ഡൂയിങ് എ റോങ് തിങ്. ഒന്നാമത്തെ കാര്യം എന്താണെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രൊസീജിയർ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം അത് നമ്മുടെ കേസിനെ ദുർബലപ്പെടുത്തും. ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? തെറ്റായിട്ടുള്ള അറസ്റ്റോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അതിന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കോടതിയിൽ പോകാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങളെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കോടതിയിൽ പോകാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മളുടെ മുന്നിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള പാതയിൽ പോകണം. പലരും കേസ് കൊടുക്കാൻ പോകില്ല, കാരണം എന്താ പറയുക, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാലോ കോടതിയിൽ. പക്ഷേ ചിലർ ഇനി ഇവിടുന്ന് അങ്ങോട്ട്, അതായത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ പോകും. കാരണം അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം വളരെ വളരെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകൾക്ക്. അപ്പോൾ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം കൂടുന്തോറും എന്ത് ചെയ്യും? നമ്മൾ കോടതിയിൽ നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനായിട്ട് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് കേസുകളുടെ എണ്ണം കൂടും. സ്വാഭാവികമാണ്. അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം വരുമ്പോൾ നമ്മൾ നമ്മുടെ അതായത് ഡ്യൂട്ടിയെക്കുറിച്ചുള്ള, നമ്മുടെ ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം കൂടി നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കേസുകളുടെ എണ്ണം കുറയുകയെന്ന് സാധാരണ സോഷ്യൽ സയൻറ്റിസ്റ്റുകളൊക്കെ പറയാറുണ്ട്. ഇനി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 41B ആണ് പറയുന്നത്, പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ മേക്കിംഗ് അറസ്റ്റ്. എവറി പോലീസ് ഓഫീസർ വൈൽ മേക്കിംഗ് ആൻ അറസ്റ്റ് ഷാൾ, അറസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ ഇൻക്ലൂഡിങ് ദ എക്സൈസ്. നോക്കൂ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബിയർ, ഞാനിത് എന്തിനാ ഇത് ഓരോ വാക്കുകളും വായിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന വേണം. അതിന് വേണ്ടിയിട്ടാണ്. ബിയർ ആൻ ആക്യുറേറ്റ്, വിസിബിൾ ആൻഡ് ക്ലിയർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹിസ് നെയിം which will facilitate easy identification. Easy identification. നോക്കിയോക്കൂ, ബിയർ ആൻഡ്
ആൻഡ് ആക്യുറേറ്റ്, വളരെ കൃത്യമായിട്ടുള്ള, വിസിബിൾ, കാണാൻ തക്കവണ്ണമുള്ള, ആൻഡ് ക്ലിയർ, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹിസ് നെയിം അതുണ്ടായിരിക്കണം. അതായത് നെയിം സ്ലിപ്പ് വേണം എന്നർത്ഥം. ഇതൊക്കെ പണ്ട് കോടതി, അതായത് മറ്റേ DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ഇങ്ങനെയൊക്കെ വേണം എന്ന് നിർബന്ധമായിരുന്നു. അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് എന്ത് ചെയ്തു, സുപ്രീം കോടതിയുടെ ഈ പോളിസീസും പ്രിൻസിപ്പിൾസൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നീട് ഇത് അമെൻഡ് ചെയ്ത് ഇതിലിങ്ങനെ കയറ്റിയിട്ടിരിക്കുകയാണ്. ഇത് സുപ്രീം കോടതി പറഞ്ഞ തന്നെ നിയമമാണ്. ഇനിയിപ്പോൾ ആ നിയമത്തിന് ഈക്വൽ ആണെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ആർട്ടിക്കിൾ 141 142 ഒക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. ആർട്ടിക്കിൾ 142 പ്രകാരം ഇന്ത്യയുടെ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം ഉണ്ടാക്കി ഏതുപോലെയാണ് അതുപോലെ ഈക്വലാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഈക്വൽ ഫുട്ടിംഗ് ഉള്ളത് തന്നെ. ദെൻ അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഹിസ് നെയിം അതിന് വേണ്ടുന്ന രീതിയിലായിരിക്കണം എന്ത്, അയാളുടെ ഇത്. പിന്നെ പ്രിപ്പയർ എ മെമ്മോറാണ്ടം ഓഫ് അറസ്റ്റ്, ഒരു അറസ്റ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കണം. അറസ്റ്റ് മെമ്മോ എന്ന് പറഞ്ഞ് തയ്യാറാക്കണം. വിച്ച് ഷാൾ ബി അറ്റസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് വൺ വിറ്റ്നസ് who is a member of the family of the person arrested or a respectable member of the locality where the arrest is made. Shall be attested. അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം, അറ്റസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മിനിമം 2 പേര് വേണം. നമ്മുടെ ഇതിൽ ഫോർമാറ്റിൽ തന്നെ നമ്മുടെ ഗൈഡ് ലൈൻ പ്രകാരം നമുക്ക് 2 പേര് വേണമെന്നുണ്ട്. അതിൽ നോക്കൂ, ബൈ അറ്റ്ലീസ്റ്റ് വൺ വിറ്റ്നസ്, നമുക്ക് അതിലത്തെ ഈ അറ്റസ്റ്റ് ചെയ്യുന്നതിലത്തെ ഒരാൾ, ഒരു സാക്ഷി എന്ന് പറയുന്നത് who is a member of the family of the person arrested. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഫാമിലിയിലെ ഒരു മെമ്പറായിരിക്കണം. ഓർ എ റെസ്പെക്റ്റബിൾ മെമ്പർ ഓഫ് ദ ലൊക്കാലിറ്റി, ആ ലൊക്കാലിറ്റിയിൽ ആ പ്രദേശത്ത് അതും അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ മെമ്പറായിരിക്കണം. വേർ ദ അറസ്റ്റ് ഈസ് മെയ്ഡ്, എവിടെ വെച്ചിട്ടാണോ അറസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ. ദെൻ കൗണ്ടർ സൈൻഡ് ബൈ ദ പേഴ്സൺ അറസ്റ്റഡ്, ആരെയാണോ അറസ്റ്റ് ചെയ്തത്, അതായത് നമ്മൾ ഉപയോഗിച്ച വാക്ക് അറസ്റ്റ് എന്നാണ്. ഈ അറസ്റ്റ് നമ്മൾ ആരെയാണോ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ എന്ത് ചെയ്യണം, അതിൽ കൗണ്ടർ സൈൻ ചെയ്യണം. കൗണ്ടർ സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ ഒപ്പും കൂടി അതിലുണ്ടാവണം ഈ അറസ്റ്റ് മെമ്മോ. അപ്പോൾ എന്ത് വേണം, അറസ്റ്റ് മെമ്മോയിൽ എന്ത് വേണം നോക്കൂ, ആ ഫോർമാറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം. അതായത് 2 സാക്ഷികൾ ഉണ്ടാവണം. അതിൽ ഒരു സാക്ഷി എന്ന് പറയുന്നത് ഒന്നുകിൽ അയാളുടെ ഫാമിലി മെമ്പർ ആയിരിക്കണം, അതല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലെ റെസ്പെക്റ്റബിൾ മെമ്പർ ആയിരിക്കണം. അതാണ് ഒരു കാര്യം. രണ്ടാമത് ഈ പ്രതി, അതായത് ആരെയാണോ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ കൗണ്ടർ സൈൻ ചെയ്യണം. ദെൻ inform the person arrested unless the memorandum is attested by a member of his family that he has a right to have a relative or a friend named by him to be informed of his arrest. അയാളെ അറസ്റ്റ് ചെയ്തെന്ന് എന്നുള്ള വിവരം, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അയാളുടെ അച്ഛനോ അമ്മയോ വേണ്ട, അല്ലെങ്കിൽ എത്ര അടുത്ത ബന്ധുക്കളോ കുടുംബത്തിൽ ആരെങ്കിലും ആണ് ഒപ്പിട്ടതെങ്കിൽ അറിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വേറൊരാൾ. അതല്ലെങ്കിൽ അയാൾക്ക് ഒരു അവകാശമുണ്ട്. എന്താണ് ആ അവകാശം? അയാളുടെ ഫാമിലിയിൽ പെട്ട ആരെങ്കിലുമോ അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവിനെയോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെയോ തന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരം അറിയിക്കാനുള്ള അവകാശം ഉണ്ട്. അതാണ് അതിലത്തെ സി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി നോക്കൂ, 41B പറയുന്നത് എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ, ക്ലിയർ ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ക്ലിയർ, അത് ഏത് പോലീസാണോ, എക്സൈസ് ആണോ, ഫോറസ്റ്റ് ആണോ, കസ്റ്റംസ് ആണോ, ഇതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം ചെയ്യുന്നത്. 1. രണ്ടാമത്തെ, അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. ആ അറസ്റ്റ് മെമ്മോയിലത്തെ കാര്യങ്ങളാണ് പറഞ്ഞ് അറ്റസ്റ്റ് ചെയ്യണതും അതുപോലെ തന്നെ കൗണ്ടർ സൈൻ ചെയ്യുന്നതും കാര്യങ്ങൾ. 3-മത്തെ എന്താണ്? ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആർക്കാണ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്? അതായത് ഒന്നുകിൽ ഇയാളുടെ എന്താ പറയുക റിലേറ്റീവിന്, അതല്ലെങ്കിൽ അയാളുടെ അടുത്തൊരു സുഹൃത്തിന്, അല്ലെങ്കിൽ അയാളുടെ കാര്യത്തിൽ കൺസേൺഡ് ആയിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യണം, ഇത് അറിയിക്കണം. ആ അറിയിക്കാൻ ഉള്ള അവകാശം, അങ്ങനെ അറിയിക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവകാശം ആർക്കുണ്ട്? ഈ പ്രതിക്കുണ്ട് എന്നുള്ളത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മാത്രമല്ല അയാൾ റെക്കമെൻഡ് ചെയ്യുന്ന, അയാൾ പറയുന്ന ഒരാളെ ഇത് അറിയിക്കുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്? 41B പറഞ്ഞു. ദെൻ 41C പറയുന്നത് ഒരു കൺട്രോൾ റൂം വേണം ഡിസ്ട്രിക്റ്റിൽ എന്ന് പറയുകയാണ്. ആ കൺട്രോൾ റൂമിൽ ഓരോ ജില്ലയിലും വേണം, അതുപോലെ സ്റ്റേറ്റിലും വേണം. അങ്ങനെ ആ
കൺട്രോൾ റൂമിൽ നോട്ടീസ് ബോർഡിൽ എന്ത് പ്രസിദ്ധീകരിക്കണം? ഇന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. അതുപോലെ തന്നെ ആരാണോ അറസ്റ്റ് ചെയ്തത് അയാളുടെ പേരും ഡെസിഗ്നേഷനും പറയണം. ഇതിൻ്റെ ഒരു ഡാറ്റാ ബേസ് കൂടി ഉണ്ടാക്കണം ജനറൽ പബ്ലിക്കിൻ്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് എന്ന് അതിൻ്റെ 3ാമത്തെ സബ്സെക്ഷനിൽ പറയുന്നത്. 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്, അതായത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്റ്റേറ്റ് ലെവലിലും ഒരു കൺട്രോൾ റൂം വേണം. ആ കൺട്രോൾ റൂമിൽ എന്ത് ചെയ്യണം, അതായത് സ്റ്റേറ്റ് ലെവലിലുള്ള ഈ ഡിസ്ട്രിക്ട് ലെവലിലുള്ള കൺട്രോൾ റൂമിൽ എന്ത് ചെയ്യണം, അതായത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട, അതായത് അറസ്റ്റിയുടെ പേരും അഡ്രസ്സും കാണിക്കണം. അതുപോലെ തന്നെ അറസ്റ്ററുടെ പേരും ഡെസിഗ്നേഷനും കാണിച്ച് നോട്ടീസ് ബോർഡിൽ ഇടണം. ദെൻ 3ാമത്തെ കാര്യം എന്താണ്, ഒരു ഡാറ്റാബേസ് തയ്യാറാക്കണം ജനറൽ പബ്ലിക്കിന് അതിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട്. ദെൻ അടുത്ത സെക്ഷനിലോട്ട് വന്ന് 41D ആണ്, റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിങ് ഇൻട്രോഗേഷൻ. നോക്കൂ, അഡ്വക്കേറ്റിനെ ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്വക്കേറ്റ്സ് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. മുമ്പ് പല പേരുകളിലും പറയുമായിരുന്നു. എന്തൊക്കെയാണ്? വക്കീൽ, ഇപ്പോഴും വക്കീൽ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അറ്റോണി, അതുപോലെ ബാരിസ്റ്റർ, ഇങ്ങനെ പല വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന വാക്കാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്വക്കേറ്റ്സ് ആക്ട് 1961 ഉണ്ട്, 1961 വന്നത്. ആ അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരമാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, എന്താ പറയുക, നടന്നു പോകുന്നത്. സോ അഡ്വക്കേറ്റ് ആവാൻ നിങ്ങൾക്കറിയാം, ഒരു LLB ഡിഗ്രി വേണം. ദെൻ അത് ബാർ കൗൺസിൽ പറഞ്ഞിട്ടുള്ള ഇതുള്ള സ്ഥലത്തുനിന്ന്, യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കോളേജിൽ നിന്നോ ആയിരിക്കണം ആ ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് എൻറോൾ ചെയ്യണം ആസ് ആൻ അഡ്വക്കേറ്റ്. അങ്ങനെയുള്ള ആളുകളാണ് അഡ്വക്കേറ്റ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഇവിടെ പറയുന്നത് 41D പറയുന്നത്, റൈറ്റ് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ ടു മീറ്റ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഹിസ് ചോയ്സ് ഡ്യൂറിങ് ഇൻട്രോഗേഷൻ. അതായത് ഇൻട്രോഗേഷൻ്റെ സമയത്ത് പോലും, അതായത് നമ്മൾ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രതിയെ. ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലും എന്താണ്, ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പ്രതിക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ വക്കീലിനെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള അവകാശം അയാൾക്കുണ്ട്. അത് സാധിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു അവകാശം അങ്ങനെ ഒരു ആവശ്യം അയാൾ ഉന്നയിക്കുകയാണെങ്കിൽ, എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ വക്കീലിനോട് ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അത് നമ്മൾ സാധിച്ചു കൊടുക്കണം. അയാളുടെ വക്കീലിനെ കോൺടാക്ട് ചെയ്യാനും വക്കീലിന് സംസാരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് നോട്ട് ത്രൂ ഔട്ട് ഇൻട്രോഗേഷൻ, അതായത് ഫുൾ ടൈം ഇൻട്രോഗേഷൻ. ഇപ്പോൾ 10 മണിക്ക് തുടങ്ങി 1 മണി വരെ ഇൻട്രോഗേഷൻ, 10 മണി തുടങ്ങി 1 മണി വരെ വക്കീലിനും ഒപ്പം ഇരിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. മറിച്ച് 10 മണി തുടങ്ങി ഇൻട്രോഗേഷൻ ഒരു 11 മണിയായപ്പോൾ ഇയാൾക്ക് തോന്നി എനിക്കൊരു വക്കീലിനെ ഒന്ന് കാണണം, വക്കീലിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അയാൾ അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അയാൾക്ക് അത് സാധിച്ചു കൊടുക്കണം എന്നാണ് ഇത്. അപ്പോൾ ത്രൂ ഔട്ട് ഇൻട്രോഗേഷൻ ഇല്ല, മറിച്ച് എൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ അതിനുള്ള അവകാശം. ഇതും ആർട്ടിക്കിൾ 22 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 21 ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണെന്നുള്ളത്. 22 പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു അക്യൂസിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം ആണ് ഒരു കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഒരു വക്കീൽ വഴി ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? ഓരോ പ്രതിക്കുണ്ട്. അപ്പം അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു വക്കീലിനെ അവർക്ക് എൻഗേജ് ചെയ്യാം. അങ്ങനെ ആ വക്കീൽ വഴി അവരുടെ കേസ് അവർക്ക് കോടതിയിൽ ഡിഫെൻഡ് ചെയ്യാം. ഇതിനുള്ള അവകാശം ഉണ്ടെന്ന് ആർട്ടിക്കിൾ 22 മൗലിക അവകാശമാണ്. അതുകൊണ്ട് വക്കീലിനെ കാണുക എന്ന് പറയുന്നത് തടയാനോ അത് വക്കീലിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറയാനോ നമുക്ക് സാധിക്കില്ല. ഇനി അതും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കോടതിയിലൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ചില പ്രതികളൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട് സ്വാഭാവികമായിട്ടും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ആ പ്രതിക്ക് വേണ്ടി ഹാജരാവണ വക്കീലാണെന്നുണ്ടെങ്കിൽ ആ വക്കീലിനെ പ്രതിയായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങൾ നിഷേധിക്കരുത്. കാരണം അത് മൗലിക അവകാശമാണ്. കോടതിക്ക് പോലും അത് തടയാൻ പറ്റില്ല. അങ്ങനെ വക്കീലുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ കോടതിക്ക് പോലും തടയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറ്റില്ല എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് മൗലിക അവകാശമാണ്. അത് മനസ്സിലുണ്ടായിക്കോളും. ചില കോൺഫ്ലിക്റ്റിംഗ് ഏരിയാസൊക്കെയാണ്. ചില പോലീസ് ഓഫീസേഴ്സും സമ്മതിക്കാറില്ല. ഇങ്ങനെ നിങ്ങൾ സംസാരിക്കണം, എൻ്റെ കസ്റ്റഡിയിലുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്. കസ്റ്റഡിയിലാണെങ്കിൽ പോലും അതിനുള്ള റൈറ്റ് ഉണ്ട്. ഇവൻ ജയിലിലാണെങ്കിൽ പോലും അയാൾക്ക് പോയിട്ട് അയാളെ കാണാം. ജയിൽ അതോറിറ്റീസ് അത് അനുവദിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥമാണ് അവരുടെ വിസിറ്റിംഗ് ടൈമിൽ. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റും കൂടി ഉണ്ട് എന്നുള്ളത് അവിടെ ഇരുന്ന് നോക്കാം. 41D, 41A, B, C ആൻഡ് D, ഈ 3 മനസ്സിലുണ്ടാകണം. ദെൻ 42, അറസ്റ്റ് ഓൺ റെഫ്യൂസൽ ടു ഗിവ് നെയിം ആൻഡ് റെസിഡൻസ്. അപ്പോൾ ഒരാൾ ഒരു എന്താ പറയുക, ഒരു പോലീസ് ഓഫീസറുടെ പ്രസൻസിൽ ഹാസ് കമ്മിറ്റഡ് ഓർ
ഹാസ് ബീൻ അക്യൂസ്ഡ് ഓഫ് കമ്മിറ്റിംഗ് എ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാം കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസുകൾ. ഇനി നോൺ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ചെയ്യും. നോൺ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ചെയ്യുമ്പോൾ അയാളുടെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പേര് പറയുന്നില്ല. അഡ്രസ്സ് ചോദിച്ചപ്പോൾ അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ വന്നാൽ വേണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. ഇനി അതുമല്ല, പേര് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ പേര് സുകുമാരക്കുറുപ്പ് എന്ന് പറയുക, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ വീരപ്പൻ എന്ന് പറയുക. അതായത് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്സ് പറയാൻ പറഞ്ഞാൽ അഡ്രസ്സ് പറയില്ല. അപ്പം അങ്ങനെ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയ പോലെ അഡ്രസ്സും പേരൊക്കെ പറയും. അങ്ങനെയാണെങ്കിലും അയാളപ്പോൾ കൃത്യമായിട്ടുള്ള പേരും അഡ്രസ്സും തരാനായിട്ട് ഈവൻ ഒരു നോൺ കൊഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് ചെയ്യുകയാണെങ്കിലും അയാൾ ബാധ്യസ്ഥനാണ്. ആ അക്യൂസ്ഡ് പേഴ്സൺ ബാധ്യസ്ഥനാണ്. അത് തരുന്നില്ലെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യും. ഇനി എപ്പോൾ അയാൾ ഇത് തരുന്നോ കൃത്യമായിട്ടുള്ള പേരും അഡ്രസ്സും, അപ്പോൾ അയാൾ റിലീസ് ചെയ്യാം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കോഴ്സ്. ഇനി അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ നോൺ കൊഗ്നൈസബിൾ ഒഫൻസിൽ ഇഫ് ഹീ ഈസ് നോട്ട് എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ റെസിഡൻ്റ് അല്ലാന്ന് വിചാരിക്കും, ഇന്ത്യക്കാരനല്ലാന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ അയാളെ ബോണ്ട് വെച്ചിട്ട് ഷുവർട്ടീസിനെ കൊണ്ടുവന്ന് ബോണ്ട് വെച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അയാളെ വിടാനായിട്ട് പാടുള്ളൂ. ദെൻ ഇനി ഇതൊന്നും നടക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരാളെ പിന്നെ എന്ത് ചെയ്യണം, മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്യാം. മജിസ്ട്രേറ്റ് എന്താ വേണമെങ്കിൽ ചെയ്തോട്ടെ. ട്രാൻസ്ഫർ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ എന്ത് ചെയ്യാം, മജിസ്ട്രേറ്റിനെ വന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് 42 വേണം. അപ്പോൾ റെഫ്യൂസൽ ഓഫ് എന്താ പറയുക, നെയിം ആൻഡ് അഡ്രസ്, അതാണ് 42 പറയുന്നത്. ദെൻ 43 അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ ആൻഡ് പ്രൊസീജിയർ ഓൺ സച്ച് അറസ്റ്റ്, അതാണ് അടുത്തത്. നമുക്ക് പ്രൈവറ്റ് പേഴ്സണെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രൈവറ്റ് പേഴ്സണെ അറസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യത്തിൽ കൊഗ്നൈസബിൾ മാത്രമായാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആർക്ക് അറസ്റ്റ് ചെയ്യാം? പോലീസിനെ അറസ്റ്റ് ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ട 41. പക്ഷേ പ്രൈവറ്റ് പേഴ്സൺ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൊഗ്നൈസബിൾ മാത്രമായാൽ പോരാ, നോൺ ബെയിലബിളും കൂടി ആവണം. ചില കേസുകൾ കൊഗ്നൈസബിൾ ആയിരിക്കും, അതോടൊപ്പം പക്ഷേ ബെയിലബിളും ആയിരിക്കും. ബെയിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് അർഹതയുള്ളതാണ്. പക്ഷേ നമ്മളൊരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൊഗ്നൈസബിളും ആവണം, അതോടൊപ്പം എന്തും ആകണം, നോൺ ബെയിലബിളും ആണ്. അപ്പോൾ കൊഗ്നൈസബിളും നോൺ ബെയിലബിളും ആയിട്ടുള്ള ഒഫൻസിന് മാത്രമേ സാധാരണക്കാരായിട്ടുള്ള, നമ്മളൊന്നും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളല്ല, അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ അയാളുടെ അധികാരം അപ്പോഴേ ഉപയോഗിക്കാൻ പറ്റും. ഇനി അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് അൺനെസസറി ഡിലേ, ഒരു ഡിലേ ഉണ്ടാവാൻ പാടില്ല. ഒരു ഡിലേ ഇല്ലാതെ എന്ത് ചെയ്യണം, നേരെ ഏറ്റവും അടുത്തുള്ള പോലീസിന് കൈമാറുക എന്നുള്ളതാണ് അവർക്ക്. അങ്ങനെ പോലീസിന് കൈമാറിക്കഴിഞ്ഞാൽ ദ പോലീസ് ഓഫീസർ ഷാൾ റീ അറസ്റ്റ് ഹിം. പോലീസ് ഓഫീസർ എന്ത് ചെയ്യണം? അയാളെ റീ അറസ്റ്റ് ചെയ്യണം. അതാണ് അടുത്ത നടപടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടാവും. അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കണ്ടീഷൻ എന്താ? നോൺ ബെയിലബിളും കൊഗ്നൈസബിൾ ആയിട്ടുള്ളതിൽ മാത്രമേ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ, ഈ പ്രൈവറ്റ് പേഴ്സൺ വെദർ ദ പ്രൈവറ്റ് പേഴ്സൺ ക്യാൻ എന്താ പറയുക, കീപ് ദ അക്യൂസ്ഡ് പേഴ്സൺ വിത്ത് ഹിം ഫോർ എ ലോങ് പീരിയഡ്. നോ, വിത്തൗട്ട് അൺനെസസറി ഡിലേ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദാറ്റ് പ്രൈവറ്റ് പേഴ്സൺ ഹു അറസ്റ്റ് ദി അക്യൂസ്ഡ് പേഴ്സൺ. ഹി ഹാസ് ടു പ്രൊഡ്യൂസ് ദ otherwise he has to hand over the accused person to the police at the earliest without unnecessary delay എന്നർത്ഥം. ഒരു ഡിലേ ഇല്ലാതെ എത്രയും പെട്ടെന്ന് ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ പോലീസിന് കൈമാറുക, ഇതാണ് ചെയ്യുന്നത്. ദെൻ അങ്ങനെ പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യണം? അയാളെ റീ അറസ്റ്റ് ചെയ്യണം. ദെൻ 44 പറയുന്നത് അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഏത് ഒഫൻസ് കമ്മിറ്റ് ചെയ്താലും, നോക്കൂ വ്യത്യാസങ്ങൾ കണ്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഏത് ഒഫൻസ് ആണെങ്കിലും എക്സിക്യൂട്ടീവ് ജുഡീഷ്യലോ ആയിട്ടുള്ള മജിസ്ട്രേറ്റുമാർക്ക് എന്ത് ചെയ്യാം? അവർക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇടാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അവർക്ക് അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ ഇടുകയും ചെയ്യും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ജൂറിസ്ഡിക്ഷൻ്റെ ഉള്ളിലായിരിക്കണം കേട്ടോ. ജൂറിസ്ഡിക്ഷൻ്റെ പുറത്താണെങ്കിൽ അത് പറ്റില്ല. ജൂറിസ്ഡിക്ഷൻ്റെ പുറത്താണെങ്കിൽ പിന്നെ അതിനുള്ള മറ്റുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് പറ്റും. മറ്റേ പ്രൈവറ്റ് പേഴ്സണും അതുപോലെ തന്നെ പോലീസും അതുപോലെ തന്നെ മജിസ്ട്രേറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കി നോക്കൂ. മജിസ്ട്രേറ്റിനാണെങ്കിൽ ഏത് ഒഫൻസിലും അറസ്റ്റ് ചെയ്യാം. പോലീസിനാണെങ്കിലോ കൊഗ്നൈസബിൾ ആയിട്ടുള്ളതിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നോൺ കൊഗ്നൈസബിൾ ആയിട്ടുള്ളത് കാണുകയാണെങ്കിൽ പേരും അഡ്രസ്സും ചോദിക്കുന്നു, പേരും അഡ്രസ്സും തരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ദെൻ മറ്റേ സാധാരണക്കാരനാണെങ്കിലോ അത് നോൺ ബെയിലബിളും ആയിരിക്കണം. ഏതുമായിരിക്കണം?
കൊഗ്നൈസബിൾ ആയിരിക്കണം, എന്നിരുന്നാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാം. അത്രയും കാര്യങ്ങൾ ആണ് 44 വരെയുള്ള സെക്ഷൻസ്. 45 പ്രൊട്ടക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ആംഡ് ഫോഴ്സസ് ഫ്രം അറസ്റ്റ്. ഇത് വളരെ തർക്കം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു രസകരമായിട്ടുള്ള ഒരു മേഖല കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ആംഡ് ഫോഴ്സിൽ പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ആംഡ് ഫോഴ്സിൽ പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇഫ് ദേ ആർ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ദെയർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ്, അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആംഡ് ഫോഴ്സിൽ പെട്ട ആളുകൾ അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവരെ കയറി അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് വേണം? വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്റേ പറ്റുള്ളൂ എന്നർത്ഥം, എന്നാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇതേപോലെ തന്നെ എന്തെങ്കിലും അധികാരം കൊണ്ടുവന്ന് അതിന് റൂൾസും റെഗുലേഷൻസൊക്കെ ഉണ്ടാക്കണം. പോട്ടെ, ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി ആണെങ്കിൽ പറ്റില്ല. അതല്ലാതെ ഒരു ആൾ ലീവിന് വന്ന സമയത്ത് ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഒരു അടിപിടി ഉണ്ടായി, ആ സമയത്ത് ഈ ആംഡ് ഫോഴ്സിലുള്ള ഒരാൾ മറ്റൊരാളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഒരു മദ്യം കടത്തി, പറ്റുമോ? അല്ലെങ്കിൽ ചാരായം മാറ്റി, പറ്റുമോ? പറ്റില്ല. യു ക്യാൻ അറസ്റ്റ് ഹിം. മദ്യം കടത്തുകയോ ചാരായം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ഒരാളാണെന്നെങ്കിൽ ആ പ്രതിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അയാൾ ആംഡ് ഫോഴ്സിലാണെന്ന് പറഞ്ഞിട്ട് കാര്യം, കാരണം ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി. അതാണ് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴേ ഉള്ളൂ, അതല്ലാത്ത സാഹചര്യങ്ങളിൽ ഇല്ല. അതൊന്ന് മനസ്സിലാണ്. അതാണ് 45. ദെൻ 46 പോയി കഴിഞ്ഞാൽ അറസ്റ്റ് ഹൗ മെയ്ഡ്, എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നതാണ് 46. എങ്ങനെ അറസ്റ്റ് ചെയ്യുക? സിനിമയിലൊക്കെ കണ്ടാൽ യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ യു ആർ അണ്ടർ അറസ്റ്റ് എന്നൊക്കെ അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ. നോക്കൂ, നമ്മുടെ CRPCയിലെ സെക്ഷൻ 46 പറഞ്ഞു, ഇൻ മേക്കിംഗ് ആൻ അറസ്റ്റ് the police officer or other person making the same shall actually touch or confine the body of the person to be arrested unless there be a submission to the custody by word or action. അതായത് ശരിക്കും ചെയ്യേണ്ട പ്രൊസീജിയർ വരും, നിങ്ങളെ അറസ്റ്റ് ചെയ്യണം വരും എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടെ അങ്ങ് കൊണ്ടുപോയാൽ മതി, കഴിഞ്ഞു, അത് അറസ്റ്റായി. ഇനി അപ്പോൾ ബൈ വേർഡായി അല്ലെങ്കിൽ ആക്ഷൻ, അങ്ങനെ എന്താ പറയുക, പിടിച്ചങ്ങനെ അങ്ങോട്ട് നമ്മൾ കൊണ്ടുപോവുക, അത്രയായാലും മതി, മനസ്സിലായി. അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ അറസ്റ്റിലാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവനെ കൺഫൈൻ ചെയ്യുന്ന പരിമിതപ്പെടുത്തും, അവനെ ബാക്കിയുള്ള തോന്നിയ രീതിയിൽ പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റുക. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ മതി. യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, സിനിമയിൽ കാണണമെന്നല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞിട്ട് കൂടെ അങ്ങനെ കൊണ്ടുപോയാൽ മതി എന്നർത്ഥം. അത്ര ആയിക്കഴിഞ്ഞാൽ അറസ്റ്റായി, അതിൽ കൂടുതലൊന്നുമില്ല. അതല്ലെങ്കിൽ ഇനി കൂടി വന്നാൽ നിങ്ങൾ അറസ്റ്റിലാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് വേണമെങ്കിൽ അവനെ അറിയിക്കാം, അവൻ്റെ അടുത്ത് പറയാം, അത്രയും മതി കാര്യം. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അതൊന്നുമല്ല, ഇയാൾ പറ്റുന്നില്ല, ഇത്തിരി വയലൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയാളെ കൺഫൈൻ ചെയ്യാൻ തന്നെ പിടിച്ചു നിർത്താം. ഇനി പ്രൊവൈഡ് ദാറ്റ് വേർ എ വുമൺ ഈസ് ടു ബി അറസ്റ്റഡ്, ഒരു സ്ത്രീ ആണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലോ, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് സൂര്യാസ്തമനത്തിന് നോക്കൂ, സേവ് ഇൻ എക്സാം അത് പറഞ്ഞിട്ടുള്ള മുന്നേ, ഒരു സ്ത്രീയാണ് അറസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ലേഡി പോലീസ് ഓഫീസർ, ഫീമെയിൽ പോലീസ് ഓഫീസർ തന്നെയായിരിക്കണം അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ കയറിയിട്ട് ബാക്കിയുള്ള ആളുകൾ കയറിയിട്ട് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് സാധാരണയായിട്ട്. അപ്പോൾ നമ്മുടെ റൂൾ അതാണ്. അതായത് പ്രൊവൈഡഡ് ദാറ്റ് വേർ എ വുമൺ ഈസ് ടു ബി അറസ്റ്റഡ് അൺലെസ് ദ സർക്കംസ്റ്റൻസസ് ഇൻഡിക്കേറ്റ് ടു ദ കോൺട്രറി ഹെർ സബ്മിഷൻ ടു കസ്റ്റഡി on an oral intimation of arrest shall be presumed, and unless the circumstances otherwise require or unless the police officer is a female, the police officer shall not touch the person of the woman for making her arrest. അതായത് സ്ത്രീയെ കയറിയിട്ട് മെയിൽ പോലീസ് ഓഫീസർ ആണെങ്കിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ആ സമയം ലേഡി പോലീസ് ഓഫീസർ ആണെങ്കിൽ അവർക്ക് ടച്ച് ചെയ്ത് അറസ്റ്റ് ചെയ്യാമെന്ന് അർത്ഥം. അല്ലെങ്കിൽ അറസ്റ്റ്, നീ ആർ അണ്ടർ അറസ്റ്റ് എന്നിട്ട് കൂടെ അങ്ങ് കൊണ്ടുപോയി പോയാൽ. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മളെപ്പോഴും അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്,
ഒരു ലേഡി പോലീസ് ഓഫീസറെയും കൊണ്ടുപോയിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യുക, അല്ലാത്ത സാഹചര്യം നമ്മൾ അറസ്റ്റ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കണ്ടീഷനാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു സ്ത്രീയെയും രാത്രി, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമോ സൂര്യോദയത്തിന് മുമ്പോ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് നിർബന്ധമാണ്. ഇനി അത് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് വാറണ്ട് വാങ്ങിച്ച് വന്നതിന് ശേഷം വേണം അറസ്റ്റ് ചെയ്യാൻ, അല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് നിബന്ധന. ഇത് മനസ്സിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആര് തന്നെ വേണം? ഒരു ലേഡി പോലീസ് ഓഫീസർ തന്നെ വേണം അറസ്റ്റ് ചെയ്യാനായിട്ട്. മറിച്ച് ഒരു കണ്ടീഷനും കൂടിയുണ്ട്. എന്താണ്? ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യരുതല്ല, അറസ്റ്റ് ചെയ്യാനുള്ള സമയത്തെ പറ്റി എന്താ പറഞ്ഞത്? അതായത് സൺസെറ്റിന് ശേഷമോ സൺറൈസിന് മുന്നോ, സൂര്യോദയത്തിന് ശേഷമോ സൂര്യാസ്തമനത്തിന് ശേഷമോ സൂര്യോദയത്തിന് മുൻപോ എന്ത് ചെയ്യരുത്? ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യരുത്. അങ്ങനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് വേണം. വാറണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് പ്രോസീജിയർ. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയത്